എല്ലാ പ്രേക്ഷകർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ തിരിച്ച് സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഇതൊരു ടരോട്ട് കാർഡ് റീഡിംഗ് ആണ്. ഇത് ഒരു ജനറൽ റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ സ്വീകരിക്കുക, അല്ലാത്തവർ വിട്ടുകളയുക. പക്ഷേ ഇതൊരു ടൈംലെസ് വീഡിയോ ആണ്. നിങ്ങളിപ്പോൾ കണ്ടാലും എത്ര വർഷം കഴിഞ്ഞിട്ട് കണ്ടാലും കാണുന്ന സമയത്ത് നിങ്ങൾക്കിത് ബാധകമായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ കാർഡിലേക്ക് പോവാം. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ തിരിച്ച് സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. വലിയ തരത്തിലുള്ള ഒരു ആത്മപരിശോധനയാണ് സത്യത്തിൽ നടത്തുന്നത്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ തിരിച്ച് സ്നേഹിക്കുന്നുണ്ടോ? നിങ്ങളങ്ങനെ ഒരു വെറി ഉണ്ടാവും നിങ്ങൾക്ക്. ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി എന്നെ തിരിച്ച് സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ള ഒരു ആശങ്ക നിങ്ങളെ പടർന്ന് പിടിച്ചിരിക്കുന്നു. നിങ്ങൾ ആലോചിക്കുകയാണ്, ഞാൻ ആത്മാർത്ഥമായ ആ വ്യക്തിയെ സ്നേഹിക്കുന്നു, എന്നെ ആ വ്യക്തി തിരിച്ച് ഒരു മാത്രയെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്നെ അങ്ങനെ സ്നേഹിക്കുമോ എന്നുള്ള നിങ്ങളുടെ ഒരു ചോദ്യമാണ്. അതിന് ഉത്തരം നൽകുന്നു. നിങ്ങൾ ഭയപ്പെടാനില്ല. നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട. അതായത് എന്താണ് അതിൻ്റെ ഉത്തരം? നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ തിരിച്ച് സ്നേഹിക്കുന്നുണ്ട്. ഓരോരുത്തരും സ്നേഹിക്കുന്നത് വ്യത്യസ്തമായ തലങ്ങളിലാണ്. ഒരാൾ സ്നേഹിക്കുന്ന സമയത്ത് എല്ലാവരെയും ചിലപ്പോൾ മറ്റേ സ്നേഹിക്കുന്നത്. സ്നേഹം ഇങ്ങനെ മാറിയും മറഞ്ഞും കറങ്ങിയും തിരിഞ്ഞും ഒക്കെ നിൽക്കുകയാണ്. പക്ഷെ മൊത്തത്തിൽ നിങ്ങളെ ഇഷ്ടമാണ്. മാത്രമല്ല, ഒരാളുടെ സ്നേഹം നമ്മൾ തിരിച്ചറിയുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ, അത് നമുക്കെന്തെങ്കിലും ഒരു കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഉണ്ടാകുമ്പോഴാണ്. നമുക്കെന്തെങ്കിലും കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഉണ്ടാകുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത ആളുകൾ ഒരുപക്ഷെ നമ്മളുടെ ഒപ്പം കൂടെ നിൽക്കും. നമ്മൾ പ്രതീക്ഷിക്കുന്ന ആൾ ചിലപ്പോൾ കൂടെ നിൽക്കില്ല. എങ്ങനെയാണെങ്കിലും ജീവിതത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം, ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു. ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷങ്ങളിൽ, നിർണായകമായ നിമിഷങ്ങളിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ കാര്യങ്ങളിൽ, ദിവസങ്ങളിൽ, സംഭവങ്ങളിൽ, സമയങ്ങളിൽ ഒക്കെ നിങ്ങളോടൊപ്പം നിന്ന് നിങ്ങളെ സ്നേഹിക്കുന്ന ആ വ്യക്തി നിങ്ങൾ തിരിച്ച് സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് സംശയം തോന്നുന്നത് എന്താണ്? ചിലപ്പോൾ സ്നേഹം കുറയുന്നു, ചിലപ്പോൾ സ്നേഹത്തിന് വ്യത്യാസങ്ങളുണ്ടാകുന്നു. ഏതായാലും നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അല്ല കാര്യങ്ങൾ. നിങ്ങൾ ആശങ്കപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല. ആ വ്യക്തി നിങ്ങളെ തീർച്ചയായിട്ടും സ്നേഹിക്കും. ആ വ്യക്തിക്ക് നിങ്ങളെ തീർച്ചയായിട്ടും സ്നേഹിക്കാതിരിക്കാൻ കഴിയില്ല. കാരണം നിങ്ങളുടെ ആ വ്യക്തിയുടെയും മനസ്സങ്ങനെയാണ്. നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് സ്നേഹമുണ്ട്. തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. ആ കാര്യത്തിൽ നിങ്ങൾ ഒട്ടും സംശയിക്കേണ്ട. ഇനി നമുക്ക് അടുത്ത കാർഡിലേക്ക് പോകാം. ആ വ്യക്തി നിങ്ങളെ ഉടൻ തന്നെ വിളിക്കും. നിങ്ങൾ ആ വ്യക്തിയുടെ വിളിയില്ലാഞ്ഞിട്ടാണോ, അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളെ നോക്കുന്നില്ല, പരിഗണിക്കുന്നില്ല എന്നുള്ളതാണെങ്കിൽ നിങ്ങൾ നോക്കിക്കോ, ആ വ്യക്തി നിങ്ങളെ തിരിച്ച് വിളിക്കും. നിങ്ങൾ ആ വ്യക്തി വിളിക്കാതെ ഇരുന്നപ്പോൾ നിങ്ങൾ കരുതി ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നില്ല, ആ വ്യക്തിക്ക് നിങ്ങളോട് വെറുപ്പാണ്, അങ്ങനെ നിങ്ങൾ കരുതിയിരിക്കാം. പക്ഷേ നിങ്ങൾ കരുതിയിരുന്നോളൂ, ആ വ്യക്തി നിങ്ങളെ വിളിക്കും. നിലവിലുള്ള സാഹചര്യങ്ങൾ മാറും. നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള തെറ്റിദ്ധാരണകൾ, ആ വ്യക്തിക്ക് നിങ്ങളോട് ഏതെങ്കിലും തരത്തിലുള്ള പിണക്കമോ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറി ആ വ്യക്തി നിങ്ങളെ വിളിക്കുന്നതായിരിക്കും. ആ വ്യക്തി നിങ്ങളെ തീർച്ചയായിട്ടും വിളിക്കും. നിങ്ങൾക്ക് ഒരു ഭയവും വേണ്ട. തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളെ വിളിച്ചിരിക്കും. നിങ്ങളുടെ മനസ്സ് അറിയാൻ ആ വ്യക്തിക്ക് കൃത്യമായിട്ട് സാധിക്കും. ഒരുപാട് അവസരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. ഇപ്പോൾ നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ കൂടുതൽ സംസാരിക്കാതെയും കൂടുതൽ അറിയാതെയും മനസ്സിലാക്കാതെയും പോയിട്ടുള്ള ഒരുപാട് അവസരങ്ങളുണ്ടാകാം. അടുത്തിരുന്നിട്ടും നിങ്ങൾക്ക് ആ വ്യക്തിയെ മനസ്സിലാക്കാനോ ആ വ്യക്തിക്ക് നിങ്ങളെ മനസ്സിലാക്കാനോ കഴിഞ്ഞിരിക്കില്ല. പക്ഷേ തീർച്ചയായിട്ടും ഇനി ആ വ്യക്തി നിങ്ങളെ മനസ്സിലാക്കും. ആ വ്യക്തി നിങ്ങളെ അറിയും. ആ വ്യക്തി നിങ്ങളെ തിരിച്ച് സ്നേഹിക്കും. നിങ്ങൾ സ്നേഹിച്ചിട്ടും ആ വ്യക്തിക്ക് ഒരു പക്ഷേ തിരിച്ച് നിങ്ങളെ സ്നേഹിക്കാൻ കഴിഞ്ഞിരിക്കില്ല. പക്ഷേ ഇനി ആ വ്യക്തിക്ക് നിങ്ങളെ സ്നേഹിക്കാൻ കഴിയും. വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകും. നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ വളരെ നിർണായകമായ, വളരെ രസകരമായ അവസ്ഥകളുണ്ടാകും. എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കും. എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ചുകൊണ്ട് നിങ്ങൾ ജീവിതത്തിൽ മുന്നേറ്റം ഉണ്ടാക്കും. പോസിറ്റീവായിട്ട് നിൽക്കുക. ആ വ്യക്തി നിങ്ങളെ ജഡ്ജ് ചെയ്യുന്നുണ്ട്.
നിങ്ങളെ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളെ മനസ്സിലാക്കുന്നതിൻ്റെ ഫലമായിട്ട് ആ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളെ അറിയും. നിങ്ങളുടെ യഥാർത്ഥ വസ്തുത ആ വ്യക്തി അറിയും. തെറ്റിദ്ധാരണകളല്ല. നിങ്ങളെക്കുറിച്ച് തെറ്റിദ്ധാരണകൾ കൊടുക്കാൻ ഒരുപാട് ആളുകളുണ്ടായി. ഈ ജഡ്ജിമെൻ്റ് എന്ന് പറഞ്ഞ കാർഡ് തന്നെ നിങ്ങളെ ആ വ്യക്തി മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് യാദൃശ്ചികമായി വന്നൊരു കാർഡാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് വളരെ അധികം ആഴത്തിലുള്ളൊരു കാർഡാണ്. ആ വ്യക്തിക്ക് നിങ്ങളെ മനസ്സിലാകുന്നു. ആ വ്യക്തിക്ക് നിങ്ങളെ തെറ്റിദ്ധാരണ ഉണ്ടായതുകൊണ്ടാണ് ആ വ്യക്തി നിങ്ങളിൽ നിന്ന് അകന്നത്. ആ വ്യക്തിക്ക് ബുദ്ധിമുട്ടുകളുണ്ടായത്, നിങ്ങളെ മനസ്സിലാക്കാതെ പോയത്, നിങ്ങളെ സ്നേഹിക്കാതെ പോയത്, നിങ്ങളെ അറിയാതെ പോയത്. നിങ്ങളുടെ ജീവിതം മാറുകയാണ്. ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള കൺസെപ്റ്റ്, ചിന്താഗതിയൊക്കെ മാറുകയാണ്. ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകുന്നു. നിങ്ങൾ ആരാണ്, നിങ്ങൾ എന്താണ് എന്നുള്ള ബോധപൂർവമായ അറിവ് ആ വ്യക്തിക്കുണ്ടാകുന്നു. ഇനി ആ വ്യക്തിക്ക് നിങ്ങളെ അവഗണിക്കാൻ കഴിയില്ല. നിങ്ങളെ ഒരിക്കലും അവഗണിക്കാൻ കഴിയില്ല. പുതിയ പുതിയ തുടക്കങ്ങൾ ഉണ്ടാകുന്നു. സ്നേഹത്തിൻ്റെ നിലവിലുള്ള ആ മൂകമായ അവസ്ഥ മാറുന്നു. നിങ്ങളെ അറിയാത്ത അവസ്ഥ മാറുന്നു. ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകുന്നു. നിങ്ങൾ ഒരവസരവും നഷ്ടപ്പെടുത്തരുത്. നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ജീവിതത്തിൽ അടുക്കാൻ കഴിയുന്ന അവസരങ്ങൾ നഷ്ടപ്പെടുത്താതെ പോസിറ്റീവായിട്ട് പോവുക. എല്ലാ പ്രതിസന്ധികളും മാറും. നിങ്ങൾ വിജയിക്കും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ വിജയത്തെ ആസ്വദിക്കാൻ കഴിയും. നിങ്ങളുടെ വിജയം ലോകം കാണും. നിങ്ങൾക്ക് ഒരുപാട് സെൽഫ് ഇവാലുവേഷൻ ആ വ്യക്തിക്ക് നിങ്ങൾക്കുണ്ടാവും. ഉണരലുണ്ടാവും. ഉറങ്ങിക്കിടന്ന് ബോധമായിട്ട് ചിന്തിക്കാതെ അവസരങ്ങളായിരുന്നെങ്കിൽ ഉണർന്ന് ചിന്തിക്കാനായിട്ടുള്ള അവസരം ലഭിക്കും. ഒരു പുനരുദ്ധാരണം ഉണ്ടാവും. ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഇല്ലാതെയാവും. നിങ്ങൾക്ക് ജീവിതത്തിൽ നിങ്ങളെ സ്ഥിരമായിട്ട് കുറ്റപ്പെടുത്തിയിരുന്നൊരു വ്യക്തിയാണെങ്കിൽ ആ കുറ്റപ്പെടുത്തലുകളൊക്കെ മാറ്റിയിട്ട് നിങ്ങളെ സ്നേഹിക്കുന്നൊരവസ്ഥയിലേക്ക് തീർച്ചയായിട്ടും എത്തും. അടുത്ത കാർഡ് വരുന്നത് നിങ്ങൾ രണ്ടുപേരിലെ സ്ത്രീക്ക് കൂടുതൽ പ്രാധാന്യം ലഭിക്കുന്നു. നിങ്ങൾക്ക് രണ്ടുപേരും, നിങ്ങൾ ഒരാൾ ഒരു സ്ത്രീ ഒരാൾ പുരുഷനുമായിരിക്കും ഭൂരിപക്ഷം കാര്യങ്ങളിലും. കാരണം ആ വ്യക്തി നിങ്ങളെ അതുപോലെ തന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. എല്ലാ ബന്ധങ്ങളും ഉണ്ടാവും. അച്ഛൻ, മകൻ, അമ്മ, മകൾ, സഹോദരി, സഹോദരൻ, ഭാര്യ, ഭർത്താവ്, കാമുകൻ, ഏതും ആയിക്കോട്ടെ. പക്ഷെ ഇവിടെ ഭൂരിപക്ഷം കേസിലും ഒരാൾ സ്ത്രീ ഒരാൾ പുരുഷനുമായിരിക്കും. അതിൽ സ്ത്രീക്ക് കൂടുതൽ പ്രാധാന്യം ലഭിക്കുന്നു. ഇനി അങ്ങനെ, അതായത് സ്ത്രീ നയിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു. സ്ത്രീ നയിക്കുന്നതെന്ന് വിചാരിച്ച് പെണ്ണുങ്ങൾ പറയുന്നത് മാത്രം കേൾക്കുന്ന ഒരാളോ അങ്ങനെയൊന്നും അല്ല ചിത്രീകരിക്കുന്നത്. ഇവിടെ സ്ത്രീയെ കൂടുതൽ സ്നേഹിക്കുന്നു. നിങ്ങൾ രണ്ടുപേരിലും ഒരാൾ സ്ത്രീ ഒരാൾ പുരുഷനായിരിക്കും. ഈ പുരുഷൻ സ്ത്രീയെ കൂടുതൽ സ്നേഹിക്കുന്നു. ഇപ്പോൾ രണ്ടാളും ഒരുപോലെ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ള ഇതായിരുന്നല്ലോ നമ്മുടെ ആ കണ്ടുപിടിക്കാനുണ്ടായിരുന്നു. ഒരാൾ മറ്റൊരാളെ എത്രത്തോളം സ്നേഹിക്കുന്നു, തിരിച്ച് സ്നേഹിക്കുന്നുണ്ടോ, നിങ്ങൾ സ്നേഹിക്കുന്നത് പോലെ നിങ്ങളുടെ വ്യക്തി തിരിച്ച് സ്നേഹിക്കുന്നുണ്ടോ. ഏതായാലും സ്ത്രീയെ കൂടുതൽ സ്നേഹിക്കുന്നു. ഒരാൾ പുരുഷനും ഒരാൾ സ്ത്രീ ആകുമ്പോൾ ആ പുരുഷൻ സ്ത്രീയെ കൂടുതൽ സ്നേഹിക്കുന്നു. സ്ത്രീ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ. അത് നിങ്ങളുടെ കാര്യത്തിൽ ശരിയാണോ എന്നുള്ളത് നിങ്ങൾ പറയണം. വല്ലാത്ത രീതിയിലുള്ള ഒരു ജീവിതമായി മാറും. ചിന്തകൾ കൂടും, ശാരീരിക ക്ഷമത കൂടും, ചിന്താശക്തി കൂടും, കൂടുതൽ ചിന്തകളും ലൈവായി മാറും ജീവിതത്തിൽ. പൊടി കൂടിക്കിടന്ന അല്ലെങ്കിൽ അനങ്ങാതെ കിടന്ന അല്ലെങ്കിൽ ശ്രദ്ധിക്കാതിരുന്ന മേഖലകളൊക്കെ ശ്രദ്ധിക്കപ്പെടും. ജീവിതത്തിൽ ഒരുപാട് വിജയം നിങ്ങൾക്ക് കൈവരിക്കാൻ സാധിക്കും. ആ വിജയം നിങ്ങൾക്ക് എല്ലാവർക്കും രണ്ടുപേർക്കും അവകാശപ്പെട്ടതാണ്. ഫിസിക്കൽ എബിലിറ്റി കൂടും, ബുദ്ധി കൂടും, സീക്രട്ട് കൂടുതൽ സംഭരിച്ചു വെക്കാനും അതനുസരിച്ച് വിജയം നേടാനൊക്കെ പറ്റും. വലിയ തരത്തിലുള്ളൊരു മുന്നേറ്റം ജീവിതത്തിലുണ്ടാകുന്നു. അങ്ങനെ ചില കാര്യങ്ങൾ, നിഗൂഢമായ കാര്യങ്ങളൊക്കെ വെളിപ്പെട്ട് അതൊക്കെ എളുപ്പമായി മാറുന്നു. ജീവിതത്തിൽ ഒരുപാട് മുന്നേറ്റങ്ങളുണ്ടാകുന്നു. മനസ്സിന് സന്തോഷം ഉണ്ടാകുന്നു. ജീവിതത്തിൽ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് മുന്നേറാൻ സാധിക്കുന്നു. ജലസംബന്ധിയായ കാര്യങ്ങൾ, ഇപ്പോൾ ജലാശയങ്ങൾ, ജലസംബന്ധിയായിട്ടുള്ള ജോലികൾ, അങ്ങനെയുള്ള കാര്യങ്ങളിൽ കുറേ മുന്നേറ്റം ഉണ്ടാകുന്നു. സ്പിരിച്വലായിട്ടുള്ള ഭൗതികമായിട്ടുള്ളൊരു മുന്നേറ്റം ഉണ്ടാകുന്നു. ക്ലാരിറ്റി വരുന്നു. പല വിദ്യാഭ്യാസവും ബോധവൽക്കരണവും ഉണ്ടാകുന്നു. ഇൻ്റലിജൻസ് ഉണ്ടാകുന്നു. അങ്ങനെ മൊത്തത്തിൽ ആ വ്യക്തി നിങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ ഒരു പുതുമ വരുന്നു, ഒരു ഊർജം വരുന്നു. മൊത്തത്തിൽ ഇതുവരെ അങ്ങനെ ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ നിന്നും അതിലേക്ക് നിങ്ങൾക്ക് എത്തിപ്പെടാൻ കഴിയുന്നു, ആക്റ്റീവ് ആകാൻ കഴിയുന്നു. അടുത്ത കാർഡ് ഹോപ്പ് എന്നാണ് പറയുന്നത്.
പ്രതീക്ഷയാണ്. ശരിക്കും അത് നക്ഷത്രമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നക്ഷത്രം ഉദിക്കുന്നു. ആ നക്ഷത്രം നിങ്ങളുടെ സന്തോഷങ്ങൾ നിലനിർത്തുകയും നിങ്ങളുടെ സ്വപ്നങ്ങൾ സഫലീകരിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ കൃത്യമായ രീതിയിൽ മുന്നേറ്റത്തിന് സഹായിക്കുന്നു, ആരോഗ്യം നൽകുന്നു, മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ഒരുപാട് പുരോഗതികൾ ജീവിതത്തിൽ നൽകുന്നു, സമൃദ്ധികൾ നൽകുന്നു, പ്രതീക്ഷകൾ നൽകുന്നു, മറ്റുള്ളവർക്ക് അസൂയപ്പെടാവുന്ന രീതിയിലുള്ള വളർച്ച നൽകുന്നു, ഒരുപാട് ആഗ്രഹങ്ങൾ സഫലീകരിക്കപ്പെടുന്നു, എല്ലാ പ്രതിസന്ധികളും മാറി സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുന്നു, ഭാവിയെക്കുറിച്ച് ഒരുപാട് പ്രതീക്ഷകൾ നൽകുന്നു. അങ്ങനെ ജീവിതം എല്ലാ തരത്തിലും പ്രതീക്ഷ നിർഭരമായി മാറുന്നു. വളരെ തിളങ്ങുന്ന ജീവിതം വരുന്നു. ഫ്യൂച്ചറിൽ വെൽത്ത് ഉണ്ടാകുന്നു, സന്തോഷം ഉണ്ടാകുന്നു, മികച്ച ചാൻസുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നു. അങ്ങനെ എല്ലാ തരത്തിലും മുന്നേറ്റം ഉണ്ടാകുന്നു, ജീവിതത്തിൽ വളർച്ച ഉണ്ടാകുന്നു. ആ വ്യക്തി ഏറെ കഴിവുകളുള്ളൊരു വ്യക്തിയാണ്. വിൽ പവർ ഉണ്ട് ആ വ്യക്തിക്ക്. ആ വ്യക്തി ഒരു സമയം പോലും വെറുതെ ഇരിക്കാതെ പ്രവർത്തിച്ച് വിജയം ഉണ്ടാക്കുന്നു, ജീവിതത്തിൽ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കുന്നു, എല്ലാത്തരം മുന്നേറ്റങ്ങൾക്കും ആ വ്യക്തി കാരണമാകുന്നു. മോശപ്പെട്ട പ്ലാനുകളും ഒക്കെ മുമ്പ് നിങ്ങളുടെ ജീവിതത്തിലുണ്ടായിരുന്നെങ്കിൽ ആ വ്യക്തി വന്നതിന് ശേഷം അതെല്ലാം മാറ്റി മെച്ചപ്പെട്ടതാകുന്നു, പുതിയ പുതിയ തുടക്കങ്ങൾക്ക് കാരണമാകുന്നു, ആത്മീയമായ ജ്ഞാനം ലഭിക്കുന്നു, ശക്തി ലഭിക്കുന്നു, പ്രവർത്തിക്കാൻ ഊർജ്ജം ലഭിക്കുന്നു, ഈ റിസോഴ്സസ് ജീവിതത്തിൽ വരുന്നു, ജീവിതത്തിൽ മുന്നേറ്റങ്ങൾ ഒരു പാഷനായി മാറുന്നു, ഇൻ്റലിജൻ്റായിട്ടുള്ള നല്ല നല്ല കാര്യങ്ങൾ വരുന്നു, നല്ല സത്യവും ധർമ്മവും ഒക്കെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുന്നു. വായു സംബന്ധമായ കാര്യങ്ങളിൽ ചില മുന്നേറ്റങ്ങൾ, വായുവുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഒക്കെ നിങ്ങൾക്ക് വിജയിക്കാനും മുന്നേറാനും ഒക്കെ കഴിയും. ജീവിതത്തിലെല്ലാ പ്രതിസന്ധികളിലും നിങ്ങൾക്ക് മുന്നേറാനും വിജയിക്കാനുള്ള ഒരു സൗഭാഗ്യം ആ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്നു. ഒരിക്കൽ പോലും നിങ്ങൾ നിരാശപ്പെടില്ല. ഈശ്വരൻ നൽകുന്ന മഹത്തായ അനുഗ്രഹങ്ങൾ നിങ്ങളെ തേടിയെത്തും. ഒരുപാട് സ്വാതന്ത്ര്യം നിങ്ങൾക്ക് ലഭിക്കും, സന്തോഷവും ആത്മസംതൃപ്തിയും ലഭിക്കും. ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങളുടെ അടുത്തുണ്ടാവുകയൊക്കെ ചെയ്യും. വലിയ തരത്തിലുള്ള മുന്നേറ്റങ്ങൾക്കാണ് നിങ്ങളുടെ ജീവിതം കാരണമാകുന്നത്. ആ വ്യക്തിക്ക് ചില സൂക്ഷിക്കേണ്ട കാര്യങ്ങളും ഉണ്ട്. പെട്ടെന്ന് ദേഷ്യം വരുന്നുണ്ട് ആ വ്യക്തിക്ക്. ആ വ്യക്തിയുടെ ദേഷ്യം പലപ്പോഴും പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നുണ്ട്. നിങ്ങൾ സ്നേഹിക്കുമ്പോൾ നിങ്ങളെ തിരിച്ച് സ്നേഹിക്കുന്ന ആ വ്യക്തിയെ സംബന്ധിച്ച് ചില സമയത്ത് പെട്ടെന്ന് ദേഷ്യം വരുന്നു. ആ ദേഷ്യം വെറുപ്പായിട്ട് മാറുന്നു. അപ്പോൾ ആ വ്യക്തി നിങ്ങളോട് ദേഷ്യപ്പെടുമ്പോൾ ഒരുപാട് സമയം അത് തന്നെ ആവർത്തിക്കുമ്പോൾ നിങ്ങൾ രണ്ടുപേരും കൂടി തമ്മിലൊരു വെറുപ്പിൻ്റെ അടിസ്ഥാനത്തിലേക്ക് വരുന്നു. പിന്നെ വയലൻസ് ഉണ്ടാകുന്നു, നിങ്ങൾ തമ്മിലൊരു വഴക്കിലേക്ക് മാറുന്നു. ഇതൊക്കെ ഒരു ദുഷ്ടശക്തികളുടെ പ്രേരണയാണ്. ദുഷ്പ്രേരണകൾ ആ വ്യക്തിയിലുണ്ടാകുന്നു. നിങ്ങൾ സന്തോഷിച്ച് ജീവിതത്തിൽ മുന്നേറുമെന്ന് ഉറപ്പുണ്ടാകുമ്പോൾ നിങ്ങളെ നശിപ്പിക്കാനായിട്ട്, നിങ്ങളുടെ സന്തോഷം നശിപ്പിക്കാനായിട്ട് യാന്ത്രികതയിലേക്ക് പോകുന്നു. ഒരാളെ മറ്റൊരാളെ അടിമയാക്കി വെക്കാനായിട്ടാണ് ഈ ദുഷ്ടശക്തികൾ ആഗ്രഹിക്കുന്നത്. പക്ഷെ നിങ്ങൾ രണ്ടുപേരും ആഗ്രഹിക്കുന്നത് രണ്ടുപേരും പരസ്പരം സ്നേഹിച്ച് മുന്നോട്ട് പോകാമെന്നാണ്. ഒരാളെ അടിമയാക്കി മറ്റൊരാൾ കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ടുള്ള ടെൻഡൻസി ഒരാളുടെ മനസ്സിലുണ്ടാക്കാനായിട്ട് ഈ ദുഷ്ടശക്തികൾ ശ്രമിക്കും. ദുഷ്ടശക്തികൾ നിങ്ങളിൽ വെറുപ്പും ദേഷ്യവും വയലൻസും ഒക്കെ ഉണ്ടാക്കി നിങ്ങളെ ഡിസ്ട്രക്റ്റ് ചെയ്യുക, നിങ്ങളുടെ സമാധാനം നഷ്ടപ്പെടുത്താനുള്ള ശ്രമം ഉണ്ടാവും. പക്ഷേ നിങ്ങൾ ഒരുമിച്ചിരുന്ന് ആ കാര്യങ്ങൾ ചിന്തിക്കണം. ദുഷ്ടശക്തികളെ തടസ്സപ്പെടുത്തുകയും നിങ്ങൾ വിജയിക്കുകയും വേണം. പരസ്പരം ക്ഷമിച്ച് മുന്നോട്ട് പോകും. അപ്പോൾ ആ വ്യക്തി നിങ്ങളോട് ചൂടായാൽ പോലും, ദേഷ്യപ്പെട്ടാൽ പോലും നിങ്ങൾ തിരിച്ച് ദേഷ്യപ്പെടാതെ മുന്നോട്ട് പോയാൽ ഒന്നിലും അഡിക്റ്റ് ആവേണ്ട, ഒന്നിലും അനധികൃതമായിട്ട് അല്ലെങ്കിൽ അന്യായമായിട്ട് ഒന്നിലും വിധേയമാകണ്ട. സന്തോഷത്തോടെ മുന്നോട്ട് പോവുക. യാന്ത്രികത ഒരിക്കലും വേണ്ട. ഭൂമി സംബന്ധിയായിട്ട് നിങ്ങൾക്ക് ഒരുപാട് വിജയങ്ങളുണ്ടാവും. മനസ്സിലൊരിക്കലും ഈഗോ വരണ്ട. സ്വതന്ത്രമായ തീരുമാനങ്ങൾ ഓരോ കാര്യത്തിലും എടുത്താൽ മതി. ഒരു ശക്തിക്കും അടിമപ്പെടുന്ന ഒരു ചിന്ത വേണ്ട. യഥാർത്ഥ ആത്മീയതയിൽ, യഥാർത്ഥ ഈശ്വര സങ്കല്പത്തിലേക്കും പോവുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ആ വ്യക്തിയുടെ സ്നേഹം ഉറപ്പായിട്ടും കിട്ടും. മാത്രമല്ല ആ വ്യക്തിയും നിങ്ങളും തമ്മിൽ സ്നേഹിച്ച് മുന്നോട്ട് പോകും. ഈ കാര്യങ്ങൾ തിരുത്തിയാൽ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ, നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ, നിങ്ങൾ സ്വപ്നം കാണുന്നത് പോലെ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കും. ഇതൊക്കെ ചെറിയ പ്രശ്നങ്ങളാണ്, പക്ഷേ ഇതൊക്കെ വഷളാക്കാനായിട്ട്
ദുഷ്ടശക്തികളും ദുഷ്പ്രേരണകളും ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വരാം. ആ വ്യക്തി അങ്ങനെ കുറേ പെരുമാറി കഴിയുമ്പോൾ നിങ്ങളും അത് അകമ്പടി ചിലപ്പോൾ അതേ രീതിയിൽ അനുകരിച്ചേക്കാം. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, എല്ലാത്തിലും ഉപരിയായിട്ട് സ്വയം പരസ്പരം സ്നേഹിക്കുക, ഇഷ്ടപ്പെടുക. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള കുറച്ച് കാര്യങ്ങൾ, അവസാനത്തെ കാർഡ് ഫൂൾ എന്നൊരു കാർഡാണ് വരുന്നത്. നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കുന്നു, ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നു. പക്ഷെ ആ വ്യക്തി ചില കാര്യങ്ങളിൽ അഡിക്റ്റ് ആകുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞിട്ടും ചില കാര്യങ്ങൾ ആ വ്യക്തി മാറ്റുന്നില്ല. ജീവിതത്തിൽ സീരിയസ്നെസ് കുറഞ്ഞ രീതിയിൽ ആ വ്യക്തി ചിന്തിച്ചതായിട്ട് നിങ്ങൾ കാണും. ഓരോ സമയത്തും ഓരോന്നിലേക്കും പോകുന്ന ഒരു വ്യക്തിയെ നിങ്ങൾക്കതിൽ കാണാം. പക്ഷേ നിങ്ങൾക്ക് പുതിയ തുടക്കങ്ങളുണ്ടാവും ജീവിതത്തിൽ കുറേ ട്വിസ്റ്റുകളുണ്ടാവും, മാറ്റങ്ങളുണ്ടാവും. അത് പോസിറ്റീവായിട്ട് സംഭവിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു, കുറേ ദുഃഖങ്ങളുണ്ടായിരുന്നു. ജീവിതത്തിൽ സന്തോഷം കൈവരുന്നു. ഈ ഡിസിപ്ലിൻ ഇല്ലാത്തതിൻ്റെ പേരിലും നിയന്ത്രണങ്ങളില്ലാത്തതിൻ്റെ പേരിലും കാടുകയറിയ പെരുമാറ്റവും ചിന്തയും മെൻ്റൽ ഹെൽത്തിനെയൊക്കെ ബാധിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ ചില കാടത്തമുള്ള സ്വഭാവങ്ങളൊക്കെ ആ വ്യക്തിയിൽ ആദ്യം ഉണ്ടായിരുന്നു. അതൊക്കെ മാറ്റി നിങ്ങളുടെ സ്നേഹം ആ വ്യക്തിയിലേക്ക് എത്തുമ്പോൾ വളരെ സൗമ്യമായി, വളരെ ആദർശനിഷ്ഠയോടെ, ഉത്തമനിഷ്ഠയോടെ, ആത്മീയ ചിന്തയോടെ, ആത്മവിശ്വാസത്തോടെ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കും. അങ്ങനെ ആ വ്യക്തിയിൽ നിന്നും ന്യൂനതകളായിട്ടുണ്ടായ എല്ലാ സ്വഭാവങ്ങളും മാറി യഥാവിധി നിങ്ങളെങ്ങനെ ആ വ്യക്തിയെ സ്നേഹിക്കുന്നു അതുപോലെ തന്നെ ആ വ്യക്തിയെ സ്നേഹിക്കുന്ന ഒരു അവസാനം എൻഡിങ്ങാണ് വരുന്നത്. അത് നിങ്ങൾക്ക് അനുഭവിക്കാനുള്ള സൗഭാഗ്യം ഉണ്ടാവും. ആദ്യത്തെ കാർഡും അവസാനത്തെ കാർഡും അതിനിടയിലുള്ള കാർഡും പറയുന്നത്, നിങ്ങളൊന്നും ഭയപ്പെടണ്ട. നിങ്ങൾ ആ വ്യക്തിക്ക് കൊടുത്തിരിക്കുന്ന സ്നേഹം ഇരട്ടിയായിട്ട് നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. ഒരുപാട് സങ്കീർണതകളും സംഘർഷങ്ങളിലൂടെ ജീവിതം കടന്നു പോകുമ്പോഴും ഒരുപാട് പ്രതീക്ഷകളിലൂടെ കടന്നു പോകുമ്പോഴും നിങ്ങൾ രണ്ടുപേരും സ്വപ്നം കണ്ട കാര്യങ്ങൾ യാഥാർത്ഥ്യമാകുകയും ആ വ്യക്തി നിങ്ങളെ എന്നെന്നും സ്നേഹിക്കുകയും ചെയ്യും. ഈ റീഡിങ് നിങ്ങൾക്ക് വേണ്ടിയുള്ള റീഡിംഗ് ആയിരുന്നു. ഈ റീഡിങ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.